എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള SBI ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീപ്പോ നിരക്ക് 0.25% കുറച്ചതിന് പിന്നാലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകൾ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കുറച്ചു തുടങ്ങിയിട്ടുണ്ട്. വിവിധ കാലയളവിലെ നിരക്കുകളാണ് 0.1% മുതൽ 0.25% വരെ നിലവിൽ കുറച്ചിട്ടുള്ളത്. SBIയുടെ പുതിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്കോ നിലവിലുള്ളത് പുതുക്കുമ്പോഴോ ആണ് പുതിയ പലിശ നിരക്ക് ബാധകമാകുന്നത്. കൂടുതൽ ബാങ്കുകൾ വരും ദിവസങ്ങളിൽ നിരക്കുകൾ കുറച്ചേക്കുമെന്നാണ് അറിയിപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ നിരക്ക് മാറ്റങ്ങൾ ഇങ്ങനെയാണ്. അതായത് 1 കോടി രൂപയ്ക്ക് താഴെയുള്ള നിക്ഷേപങ്ങളാണെങ്കിൽ 1 മുതൽ 2 വർഷം വരെ 6.7% പുതിയ പലിശ നിരക്ക്. പഴയ നിരക്ക് എന്ന് പറയുന്നത് 6.8% ആയിരുന്നു. മുതിർന്ന പൗരന്മാർക്കുള്ള പലിശ നിരക്ക് 7.2% എന്നാൽ മുൻപത്തേത് 7.3% ആയിരുന്നു. 2 മുതൽ 3 വർഷം വരെയുള്ള 3 കോടിക്ക് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് 6.9% പുതിയ പലിശ. മുൻപത് 7% ആയിരുന്നു. മുതിർന്നവർക്ക് 7.4% എന്നാൽ മുൻപത് 7.5% ആയിരുന്നു. ഇനി 3 കോടി രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങളാണെങ്കിൽ 180 ദിവസം മുതൽ 210 ദിവസങ്ങൾ വരെ 6.4% നിലവിലെ പുതുക്കിയ പലിശ. ഇതിനു മുൻപത് 6.6% ആയിരുന്നു. മുതിർന്നവർക്കുള്ള നിക്ഷേപങ്ങൾക്ക് പുതുക്കിയ നിരക്ക് 6.9%. മുൻപത് 7.1% ആയിരുന്നു. 211 ദിവസം മുതൽ 1 വർഷം വരെ 6.5% നിലവിൽ പുതുക്കിയ പലിശ. മുൻപത്തേത് 6.75% ആയിരുന്നു. മുതിർന്നവർക്കിത് 7%. മുൻപത്തേത് 7.25% ആയിരുന്നു. 1 മുതൽ 2 വർഷം വരെ ആണെങ്കിൽ 6.8% നിലവിലെ പലിശ. മുൻപത് 7% ആയിരുന്നു. മുതിർന്നവർക്ക് മുൻപ് 7.3% ആയിരുന്നു. മുതിർന്നവർക്ക് മുൻപത്തെ പലിശ എന്ന് പറയുന്നത് 7.3% ആയിരുന്നു. മുൻപത് 7.5% ആണ്. ഇനി 2 മുതൽ 3 വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്കാണെങ്കിൽ 6.75% പുതുക്കിയ നിരക്ക്. മുൻപത്തെ നിരക്കെന്ന് പറയുന്നത് 7% ആയിരുന്നു. മുതിർന്നവർക്കുള്ള നിക്ഷേപങ്ങൾക്കാണെങ്കിൽ പുതുക്കിയ നിരക്ക് 7.25% ആണ്. മുൻപത്തെ നിരക്കെന്ന് പറയുന്നത് 7.5% ആയിരുന്നു. ഈ രീതിയിലാണ് പുതുക്കിയ പലിശ നിരക്കുകൾ കണക്കാക്കുന്നത്. മറ്റ് കാലയളവിലെ പലിശ നിരക്കുകൾ മാറ്റമുണ്ടായിരിക്കുന്നതല്ല. അടുത്ത അറിയിപ്പ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധതരം അക്കൗണ്ടുകൾക്കായുള്ള ATM ഇടപാട് ചാർജിലും സൗജന്യ ഉപയോഗ പരിധിയിലും പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്രീസ് ലാബുകൾ ലളിതമാക്കുക, ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുക, മെട്രോ നോൺ മെട്രോ സ്ഥലങ്ങളിൽ ഉടനീളം ഉപയോഗ പരിധികൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നിവയാണ് പുതുക്കിയ ഘടനയുടെ ലക്ഷ്യം. SBIയുടെയും മറ്റ് ബാങ്ക് ATMകളിലൂടെയും നടത്തുന്ന സാമ്പത്തികേതര ഇടപാടുകളുടെ ഈ മാറ്റങ്ങൾ ബാധിക്കുന്നതാണ്. 2025 ഫെബ്രുവരി 1 മുതൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ ശരാശരി പ്രതിമാസ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് ലഭ്യമായിട്ടുള്ള സൗജന്യ ATM ഇടപാടുകളുടെ എണ്ണം പരിഷ്കരിച്ചിരുന്നു. പുതിയ നയപ്രകാരം എല്ലാ ഉപഭോക്താക്കൾക്കും അവരുടെ ശരാശരി പ്രതിമാസ ബാലൻസ് അല്ലെങ്കിൽ സ്ഥലം പരിഗണിക്കാതെ SBI ATMകളിൽ നിന്ന് 5 സൗജന്യ ഇടപാടുകൾക്കും മറ്റ് ബാങ്ക് ATMകളിൽ നിന്ന് 10 സൗജന്യ ഇടപാടുകൾക്കും പ്രതിമാസം അർഹതയുണ്ട്. 25,000 രൂപയ്ക്കും അതോടൊപ്പം തന്നെ 50,000 രൂപയ്ക്കും ഇടയിലെ ശരാശരി പ്രതിമാസ ബാലൻസ് നിലനിർത്തുന്ന ഉപഭോക്താക്കൾക്ക് മറ്റ് ബാങ്ക് ATMകളിലും ഇപ്പോൾ പ്രതിമാസം 5 സൗജന്യ ഇടപാടുകളുമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 50,000 രൂപയ്ക്കും 1,00,000 രൂപയ്ക്കും ഇടയിലെ ബാലൻസ് നിലനിർത്തുന്നവർക്കും ഇത് ബാധകമാണ്. അതേസമയം 1,00,000 രൂപയിൽ കൂടുതൽ ശരാശരി പ്രതിമാസ ബാലൻസ് നിലനിർത്തുന്ന അക്കൗണ്ട് ഉടമകൾക്ക് SBIയിലും മറ്റ് ബാങ്ക് ATMകളിലും പരിധിയില്ലാത്ത സൗജന്യ ഇടപാടുകൾ തുടരാവുന്നതാണ്. ATM ഉപയോഗ ഘടന ലളിതമാക്കുവാനും എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ സ്ഥിരതയുള്ള ഉപഭോക്തൃ അനുഭവം നൽകുവാനും ഈ പരിഷ്കരണം ലക്ഷ്യമിടുന്നുണ്ട്. ATMകളിലെ സേവന നിരക്കുകൾ പ്രതിമാസം അനുവദിച്ചിരിക്കുന്ന സൗജന്യ ATM ഇടപാടുകളുടെ എണ്ണം കവിയുന്ന സേവിങ്സ് അക്കൗണ്ട് ഉടമയ്ക്കുള്ള നിരക്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പരിഷ്കരിക്കുന്നതാണ്. ഇടപാടിൻ്റെ തരം, ഉപയോഗിക്കുന്ന ATMൻ്റെ തരം എന്നിവയെ അടിസ്ഥാനമാക്കി നിരക്കുകൾ വ്യത്യാസപ്പെടുന്നതാണ്. നിങ്ങളുടെ സൗജന്യ ATM ഇടപാടുകളുടെ പ്രതിമാസ കോട്ട നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം പരിഗണിക്കാതെ SBI ATMകളിൽ നിന്ന്
ഓരോ ഇടപാടിനും 15 രൂപ പ്ലസ് GST ഈടാക്കുന്നതാണ്. നിങ്ങൾ മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗിക്കുകയാണെങ്കിൽ ചാർജ് കൂടുതലാണ്. മെട്രോ നഗരങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഓരോ ഇടപാടിനും 21 പ്ലസ് GST ആണ് നൽകേണ്ടത്. അതായത് സാമ്പത്തികേതര ഇടപാടുകൾ, സൗജന്യ പരിധിക്ക് ശേഷം ബാലൻസ് അന്വേഷണം, മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ സേവനങ്ങൾക്ക് SBI ATMകളിൽ നിന്ന് യാതൊരു നിരക്കും ഈടാക്കുന്നതല്ല. എന്നിരുന്നാലും നിങ്ങൾ മറ്റ് ബാങ്കുകളുടെ ATMൽ നിന്ന് ഇത് നടത്തുകയാണെങ്കിൽ ഓരോ ഇടപാടിനും മിനിമം ചാർജ് ഈടാക്കുന്നതാണ്. ഇനി നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ നിങ്ങളുടെ ATM ഇടപാട് പരാജയപ്പെട്ടാൽ പിഴ 20 രൂപ പ്ലസ് GST ആയി തുടരുന്നതാണ്. അതായത് മുൻപത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുന്നതാണ്. അതോടൊപ്പം തന്നെ ATM ഇൻ്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2025 മെയ് മുതൽ പരമാവധി ATM പിൻവലിക്കലുകളുടെ ഫീസ് ഒരിടപാടിന് 23 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. 2025 മെയ് 1 മുതൽ SBI ഉപഭോക്താക്കൾക്ക് അവരുടെ സൗജന്യ പ്രതിമാസ പരിധി കവിഞ്ഞതിനു ശേഷം ഓരോ ഇടപാടിനും 23 രൂപ എന്ന ഉയർന്ന ATM പിൻവലിക്കൽ ഫീസ് നൽകേണ്ടി വരുന്നതാണ്. അടുത്ത അറിയിപ്പ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമായ യോനോയ്ക്ക് പുതിയ അപ്ഡേറ്റ് വന്നതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉപഭോക്താക്കൾ. ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് വേണ്ടി SBI ഉപഭോക്താക്കൾ കൂടുതലായി ആശ്രയിക്കുന്നത് ഈ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. എന്നാൽ പുതിയ അപ്ഡേറ്റ് എത്തിയതോടുകൂടി ആപ്പിന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11ലും അതിന് താഴെയുള്ള ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോണുകളിൽ ഇപ്പോൾ ആപ്പ് പ്രവർത്തിക്കുന്നില്ല. ബാങ്കിംഗ് ആവശ്യങ്ങൾക്കായി ആപ്പിനെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള നിർദ്ദേശം SBI കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ചിരുന്നു. ആൻഡ്രോയിഡ് 11ൽ താഴെയുള്ള പതിപ്പുകൾക്ക് പുതിയ ആൻഡ്രോയിഡ് സിസ്റ്റം നൽകുന്ന സുരക്ഷ നൽകുവാൻ കഴിയുന്നില്ല എന്ന ആശങ്ക ഉള്ളതിനാലാണ് നിർണായകമായിട്ടുള്ള ഈ തീരുമാനം വന്നിട്ടുള്ളത്. കൂടാതെ മെച്ചപ്പെട്ട സുരക്ഷയും സുതാര്യമായ പ്രവർത്തനവും ആപ്പിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യോനോ ആപ്പിന് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പഴയ ആൻഡ്രോയിഡ് പതിപ്പുകളിൽ ആപ്പിൻ്റെ പ്രവർത്തനം നിർത്തലാക്കുന്നതിലൂടെ ഇന്നത്തെ സുരക്ഷാ ആവശ്യകതകളുമായി പൊരുത്തപ്പെടാവുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാനാണ് യോനോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആപ്പിൻ്റെ സേവനം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി പുതിയ ആൻഡ്രോയിഡ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഉപകരണങ്ങളിലേക്ക് മാറണമെന്ന് ഉപഭോക്താക്കളോട് SBI ആവശ്യപ്പെട്ടിരുന്നു. ആൻഡ്രോയിഡ് 12 അല്ലെങ്കിൽ പുതിയ പതിപ്പുകളിലേക്ക് ഉപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ഫെബ്രുവരി 28 വരെ സമയപരിധി നൽകിക്കൊണ്ടായിരുന്നു SBI ഉപഭോക്താക്കൾക്ക് അറിയിപ്പ് നൽകിയിരുന്നത്. എന്നാൽ പുതിയ മാറ്റത്തിനെതിരെ നിരവധി പേര് രംഗത്ത് എത്തിയിരുന്നു. പുതിയ മാറ്റം നിരവധി ഉപഭോക്താക്കളിൽ ആശങ്ക ഉയർത്തിയെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നതിനാൽ പുതിയ അപ്ഗ്രേഡ് അനിവാര്യമാണെന്ന് ചില ഉപഭോക്താക്കളുടെ അഭിപ്രായവും ഉണ്ടായിട്ടുണ്ട്. SBI അക്കൗണ്ട് ഉടമകളെല്ലാം തന്നെ ഈ അപ്ഡേറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്തെത്തിക്കുവാൻ കൂടെ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.